നമ്മളിന്ന് ചെയ്യുന്നത് ചോറ് കൊണ്ട് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് നേരിട്ട് തന്നെ അടിച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാർ ഒന്ന് എടുത്തു വെക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് ചോറാണ് വേണ്ടത്. അതായത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയതിന് ബാക്കി വരുന്ന ചോറായാലും മതി, ഏത് ചോറ് നമുക്ക് എടുക്കാം. റേഷനറി വെച്ചിട്ടുണ്ടാക്കിയ ചോറ് ഏത് ചോറായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് 1 കപ്പോളം മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് പാല് കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ചോറ് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അടിച്ച് കിട്ടണം. ചോറ് നന്നായിട്ട് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 കപ്പ് പാലിൽ നമ്മളിത് അടിച്ചെടുക്കുന്നത്. അതായത് കുറച്ച് പാലിൽ അടിച്ചെടുത്താൽ ചോറ് പെട്ടെന്ന് നമുക്ക് അടിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം പാലിനെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പക്ഷേ ഈ ഒരു പാല് ഞാനൊന്ന് ഫ്രീസ് ചെയ്തെടുത്തതാണ്. നല്ല കട്ടയോട് കൂടിയ പാലാണ്. എങ്കിലും നമ്മുടെ ജ്യൂസിന് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് പിസ്തയുടെ എസൻസ് ആണ്. ഇങ്ങനെ ബോട്ടിലായിട്ട് നമുക്ക് കിട്ടുന്ന എസൻസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 1/4 ടീസ്പൂണോളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചൊക്കെ നമ്മൾ ഫ്ലേവർ എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഞാൻ ജ്യൂസിനായിട്ട് ഈ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉറുമാമ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആപ്പിൾ ആണെന്നുണ്ടെങ്കിലും ഉറുമാമ്പഴമാണെന്നുണ്ടെങ്കിലും ഒക്കെ മിക്സ് ചെയ്ത് ഇട്ടാലും ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് അധികം കളറില്ലാത്ത ഉറുമാമ്പഴമാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കുറച്ചൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉറുമാമ്പഴം ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇടാം. ഞാനിവിടെ ഇടുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ചോറ് അടിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ടൊന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമുക്ക് മുകൾ ഭാഗം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഫൈനായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല. നമ്മൾ മിക്സിയിൽ അടിച്ച സമയത്ത് ചോറ് നന്നായിട്ട് അടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടൊന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മുകൾ ഭാഗം മാത്രം ഒന്ന് എടുത്താലും മതി. അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉറുമാമ്പഴം ഇട്ട് കൊടുക്കുന്നതാവും നന്നാവുക. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിലേക്ക് ചോറ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാവില്ല. ചോറിൻ്റെ ടേസ്റ്റോ സ്മെല്ലോ ഒന്നും ഇതിൽ വരുന്നില്ല. നമുക്ക് ഫുള്ളായിട്ടും കിട്ടുന്നത് പിസ്തയുടെ ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉറുമാമ്പഴം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. അതുകൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.